നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങളൊക്കെ ഇപ്പോഴും അവിശ്വസിക്കുന്നത് എന്നെയാ. ഞാനിത് കള്ളം പറഞ്ഞുണ്ടാക്കിയതൊന്നും അല്ല. ഇനി നീ അതിനെ പറഞ്ഞു പെരുപ്പിച്ച് അതൊരു വലിയ വഴക്കിലേക്ക് കൊണ്ടുപോണ്ട. ആ ചരടങ്ങ് അഴിച്ചു മാറ്റിയ പ്രശ്നം തീർന്നില്ല. ഇതിലിപ്പോ ഈ വീട്ടുകാരെ മുഴുവൻ സംശയത്തിൽ അകപ്പെടുന്നത് എന്തിനാ? പകല് പോലെ വ്യക്തതയുള്ളൊരു കാര്യത്തിന് എന്തിനാ ഞാൻ എല്ലാരും സംശയിക്കുന്ന? ഇവരെ ഇത് ചെയ്യുള്ളൂ, എനിക്ക് ഉറപ്പാ. അത് ഇവര് ഇത് നിന്റെ ചേച്ചിയാ. ചേച്ചി ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്ന ഇവരെ ചേച്ചി നല്ല വിളിക്കണ്ട. വേറെ വല്ല ഭാഷയോ? മുന്നിൽ നിൽക്കുന്നത് ആരൊക്കെയാണെന്നും എന്താ പറയേണ്ടതെന്നും ആലോചിച്ച് വേണം സംസാരിക്കാൻ. കുറെ ദിവസമായി നീ ഇത് തുടങ്ങിയിട്ട്. കമലേ, മോളെ ആതിരേ, നിന്റെ കുഞ്ഞിനോട് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാ. നൂലുകെട്ട് നടത്താൻ നിങ്ങളൊരു സമയം കുറിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈശ്വരനെ സാക്ഷി നിർത്തി ചെയ്യുമ്പോഴേ ഈ ചടങ്ങിന് അർത്ഥമുണ്ടാവും. അല്ലാതെ ആരെങ്കിലും ചെയ്തു എന്ന് കരുതി ചടങ്ങാവില്ല. അതുകൊണ്ട് സന്ദീപ് പറഞ്ഞതുപോലെ ആ ചരടം കഴിച്ചു മാറ്റ്. എന്നിട്ട് ചടങ്ങായിട്ട് തന്നെ നമുക്ക് നൂല് കെട്ടാം. നല്ലൊരു ദിവസമായിട്ട് അതൊരു വഴക്കിൽ അവസാനിപ്പിക്കരുത്. അർച്ചനയാണ് ചെയ്തതെന്ന് ആതിര വിശ്വസിക്കുന്നെങ്കിൽ അർച്ചനയ്ക്ക് വേണ്ടി ആതിരയോട് ഞാൻ മാപ്പ് ചോദിക്കാം. അച്ഛനും അമ്മയും പറയും പോലെ ഇനിയൊരു വഴക്ക് വേണ്ട. ഒരു വഴക്കിനും എനിക്കും താല്പര്യമില്ല. നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ചരട് അഴിച്ചു മാറ്റി ചടങ്ങ് നടത്താം. പക്ഷെ എന്റെ അഭിപ്രായവും എല്ലാവരും മാനിക്കണം. ഈ ചരട് ഇവര് തന്നെ അഴിക്കണം. ഇനി നടക്കുന്ന ചടങ്ങുകൾക്ക് ഇവരുണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ചടങ്ങും വേണ്ട. ആതിരേ, ഈ സന്ദർഭം നീ മുതലെടുക്കരുത്. ഏട്ടത്തില്ലാതെ ഈ ചടങ്ങ് നടക്കില്ല. ഏട്ടത്തി നൂല് കെട്ടിന്നല്ലേ നീ പറയുന്നത്? എന്റെ മോൾക്ക് ഏട്ടത്തി കെട്ടി ആ നൂല് തന്നെ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.